ചേട്ടാ എന്ത് വേണം? ഒന്ന് കാണാൻ വന്നതാ. നീ എന്തിനാ എന്നെ കാണുന്നത്? ഇന്ന് നമ്മുടെ കല്യാണം നടന്ന ദിവസമല്ലേ? എടീ, നമ്മുടെ കല്യാണത്തിന്റെ ദിവസത്തേക്കാൾ എനിക്ക് കൂടുതൽ ഓർമ്മ നിന്റെ ചേട്ടൻ വന്ന് നിന്നെ വിളിച്ചോണ്ട് പോയ ദിവസം. ചേട്ടന്റെ മുമ്പിൽ തന്നെ തല്ലിയിട്ടല്ലേ വിളിച്ചോണ്ട് പോയത്? അതിനെന്താ, നീ നിന്റെ കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞു. ഇന്ന് സന്തോഷമായിട്ടൊരു വാക്കെങ്കിലും പറയുന്നത് കേൾക്കാനാണ് ഞാൻ വന്നത്. ഓടി അവിടുന്ന്, മേലാ നീ ഇവിടെ വന്നു പോരുത്. ഇല്ല, എന്നെ തല്ലിക്കൊന്നാലും ശരി, ഞാൻ ചേട്ടനെ കാണാൻ ഇവിടെ വരും. എടി, നിന്നോട് പോകാനാ പറഞ്ഞത്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഓടി അവിടുന്ന്. എടി, പോകാനാ പറഞ്ഞത്. ശാന്ത എവിടെ പോയമ്മേ? അവള് എവിടം വരെ പോയി മോനെ? എവിടെ പോയെന്നാ ചോദിച്ചത്? ഇന്ന് ചിങ്ങമാസം 15 തീയതി. അതിന് 4 വർഷത്തിന് മുൻപ് ഇതേ ദിവസം ഈ വീട്ടിൽ എന്താണ് നടന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയില്ലേ? ശാന്തയുടെ വിവാഹം. ബാലൻ അവളോട് പിണക്കമാണെങ്കിലും അവൾക്ക് ഇന്ന് അവനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ട് അവള് ചൂളയിലേക്ക് പോയിരിക്കും. അമ്മേ, അവൾ പോയതാണോ അതോ അമ്മ പറഞ്ഞയച്ചതാണോ? അവള് പോയതാ. അവന്റെ ഇടിയും തൊഴിയും കൊണ്ട് അവൾക്ക് മതിയായില്ലല്ലേ? ഇടിച്ചാലും തൊഴിച്ചാലും അവൻ അവളുടെ ഭർത്താവല്ലേ? ഭർത്താവ്? അവൻ മനുഷ്യനാണോ അമ്മേ? 6 മാസം ഇവൾ അവനോട് സ്വയമായി ജീവിച്ചിട്ടുണ്ട്. പ്രാണഭയന്നല്ലേ അവൾ ഇങ്ങോട്ട് ഓടിപ്പോന്നത്? എന്നിട്ട് അവനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുന്നു. മോനെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവക്ക് ഇപ്പോഴും അവനോട് സ്നേഹമുണ്ട്. സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? തല്ലി പഠിപ്പിച്ചില്ലേ ഇങ്ങോട്ട് അയച്ചത്? അമ്മേ, അവൾ അവളുടെ ഇഷ്ടത്തിന് വെളിയിൽ പോയിരിക്കില്ലേ അവനെ കാണാൻ? ഇനി തിരിച്ചു വന്നാൽ അതിനകത്ത് കയറ്റി പോകരുത്. ശാന്തേ, ഇവിടെ വരൂ. നീ എവിടെ പോയിരുന്നു? അമ്പലത്തിലേക്ക്. എന്നിട്ട് ദൈവത്തെ കണ്ടോ? ഇല്ല, ഞാൻ ചെന്നപ്പോൾ നടയടച്ചു കഴിഞ്ഞു. ഇനി നീ കാണാൻ പോയ ദൈവത്തെ അല്ല, പിശാചിനെയാണ്. എനിക്ക് മാപ്പ് തരൂ ചേട്ടാ, എനിക്ക് മാപ്പ് തരൂ. ശാന്തേ, എഴുന്നേക്കൂ. നിന്നോട് അവനെ കാണാൻ പോകരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നേ. പറഞ്ഞു. എന്നിട്ട് എന്തിനു പോയി? ചേട്ടാ, എന്നോട് എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്താലും എനിക്ക് ആ മനുഷ്യനെ വെറുക്കാൻ കഴിയുമോ ചേട്ടാ? ശാന്തേ, ഇങ്ങോട്ട് നോക്ക്. അവന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ നീ ആത്മഹത്യക്കൊരുങ്ങുമ്പോഴാണ് നിന്നെ അവിടെ നിന്ന് ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. അവനോടൊത്ത് നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവനിവിടെ വരണം. അവൻ ചെയ്ത ഓരോ ദുഷ്പ്രവൃത്തിക്കും നിന്റെ കാൽക്കൽ വീണ് എണ്ണി എണ്ണി മാപ്പ് പറയണം. മാപ്പ് പറയിച്ചിട്ടാണല്ലോടാ നീ ഇങ്ങോട്ട് പോന്നത്? എടാ, കുറുപ്പദ്ദേഹത്തിന് നില മാര് കൊയ്താൽ നിനക്കെന്താ? ഓ, അവിടെ വെച്ച് മുതലാളിക്ക് വേണ്ടി വാദിച്ചത് പോരാഞ്ഞിട്ടായിരിക്കും ഇപ്പൊ ഇവിടെയും വന്ന് തുടങ്ങിയിരിക്കുന്നത്. എന്താന്നാടാ? കൊയ്ത്തുകാരെ തടയാൻ ഇവനാരാ? അമ്മേ, ഞാൻ പതിവ് കൊയ്ത്തുകാരെ തടഞ്ഞില്ല. അച്ഛന്റെ കൊച്ചു മുതലാളി അയച്ച കരിങ്കാലിപ്പടയാണ് ഞാൻ തടഞ്ഞത്. എടീ, അവർക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് അവർ കൊയ്യിക്കുമെന്ന് പറഞ്ഞു കൊടുക്കണേ. കാലം മാറിപ്പോയെന്ന് പറയാമേ. കുറുപ്പദ്ദേഹത്തിനെ മുട്ടുകുത്തിക്കാൻ അവരെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞു കൊടുക്കണേ. അത് കണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നതെന്ന് പറയാമേ. എടീ, നിന്റെ മോനോട് മര്യാദയ്ക്ക് പോയി മാപ്പ് ചോദിക്കാൻ പറയണേ. അതിന് വേറെ ആളെ നോക്കാൻ പറയാമേ. അയ്യോ, വയലുണ്ടായ കാര്യത്തിന് വീടിനകത്ത് വന്നു കിടന്ന് എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? വന്ന് ഊണ് കഴിച്ചാട്ടെ. അനുസരണ ഇല്ലാത്തവർ ഊണ് എനിക്ക് വേണ്ടത്. എടാ മോനെ, നീയെങ്കിലും ഊണ് കഴിക്കടാ. എന്നെ അടിമയാക്കാൻ നോക്കുന്നവരുടെ ചോറ് എനിക്കും വേണ്ട. എന്റെ ഭഗവാനെ, ഇങ്ങനെ ഒരു അച്ഛനും മോനും ഉണ്ടോ? എഴുന്നേറ്റ് ഊണ് കഴിച്ചാട്ടെ. എനിക്ക് ഇവിടുത്തെ ഊണ് കഴിച്ചാൽ ദഹിക്കില്ല. എഴുന്നേറ്റ് വാ ചേട്ടാ. എനിക്കും ദഹനക്കേടാ. ഊണ് കഴിക്കാനേ വേണ്ടെന്നല്ലേ പറഞ്ഞത്? വാ ചേട്ടാ. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാലേ ഞങ്ങളെ ഒന്നും കഴിക്കുന്നില്ല. പാടി ഇവിടെ എല്ലാരും കൂടെ ഈ വാതിൽ ഇങ്ങനെ കുത്തിയിരിക്കാം. അങ്ങനെ അങ്ങ് കുത്തിരിക്കണ്ട. ചോറ് വേണം പഠിക്കും. ചോറ് വേണ്ട. എന്റെ മോളുടെ കല്യാണാലയങ്ങൾക്ക് കൊച്ചൂർപ്പദ്ദേഹം വന്നത് മഹാഭാഗ്യാണ്. വരാതിരിക്കാൻ ഒക്കുവോ പാച്ചനായരെ? താൻ എത്രയോ സമ്പലസരമായിട്ട് എന്റെ കാര്യസ്ഥനായിട്ട് ജോലി നോക്കുക. ഒരു നയാ പൈസ ഇതുവരെ ശമ്പളവും വാങ്ങിച്ചു. ശമ്പളം ചോദിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ലേ, എന്റെ മോൾക്കൊരു സംഗതി വരുമ്പോ കൊച്ചൂർപ്പദ്ദേഹം സഹായിക്കുമെന്ന വിശ്വാസം കൊണ്ടാണ്. തന്റെ മോക്ക് സംഗതി വന്നു എന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടല്ലേ ഓടി എത്തിയത്. ഈ കല്യാണം മംഗളമായി നടത്തേണ്ടത് എന്റെ ചുമതലയല്ലയോ?
എന്റെ മോൻ കുട്ടനെ കിട്ടാൻ 1000 രൂപയും 5 പവന്റെ ആഭരണവും വേണം. അയ്യോ എന്നെ കൊണ്ട് അതിനുള്ള നിവൃത്തിയില്ല. എങ്കിൽ പെണ്ണിനെ കേട്ടാ എനിക്ക് മനസ്സില്ല. പാച്ചുള്ളേ, കുട്ടൻ വലിയുറുപ്പിന്റെ വേലക്കാരനാ. കുട്ടനെ കിട്ടിയില്ലെങ്കിൽ അത് നഷ്ടമാണ്. എന്ന് വെച്ച് ഇല്ലാത്ത പണത്തിൽ ഞാനിവിടെ പോകാനാണ്. എത്ര രൂപ വേണ്ടത്? 1000 രൂപ. ദാ, 2000 രൂപയുണ്ട്. അവിടുന്ന് എന്റെ കാണപ്പെട്ട ദൈവമാണ്. ആ, ഈ ദൈവത്തിന്റെ കളി കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. അറിയാതെ. എന്നാ പെണ്ണിനെ കണ്ട് കല്യാണം നിശ്ചയിക്കാം. മോളെ, അവിടുന്ന് തന്നെ ഒന്ന് വിളിച്ചാട്ടെ. അയ്യോ, എന്താ പേര്? സാവിത്രി. സാവിത്രി, ഇങ്ങോട്ട് വരൂ. നല്ലൊരു പെണ്ണ്, പച്ചിലയും കത്തിരിയും പോലെ ഇരിക്കണം. ദാ, രൂപ എടുത്തോണ്ട് തീയെ നിശ്ചയിച്ചേക്കൂ. എന്നെ എന്തോന്ന് ഉറപ്പിക്കാനാ? അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം. ശരി, വാ. അപ്പൊ ഞാൻ പോട്ടെ. വാടാ. കൊച്ചങ്ങന്റെ സഹായം കൊണ്ട് ഒരു കല്യാണം ഉറച്ചു. അപ്പൊ സാവിത്രി കുട്ടി, പച്ചലയും കത്തയും പോലെ കാര്യങ്ങൾ നടക്കും. എടാ കുട്ടാ, നീ ഭാഗ്യവാനാണാ മോനെ. എനിക്ക് പെണ്ണിനെ കിട്ടിയില്ലേ, എനിക്ക് പണവും കിട്ടിയിട്ടാലോ. അയ്യോ, പണം എവിടെയാ പണം? ഇത് എന്നോട് വേണ്ടായിരുന്നു ആശാനെ. എന്ത് പറ്റി? ഇത് കണ്ടില്ലേ? അയ്യോ, ഇതിന്റെ മഷി പോയതായിരിക്കും. ഇപ്പോഴത്തെ നോട്ടുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ വീണോ മഷിയും. അപ്പൊ ആ പെണ്ണിന്റെ മഷ പോയതായിരിക്കും. എനിക്ക് കല്യാണം വേണ്ട. വേണ്ട, കാശ് ഞാൻ അയ്യോ, അയ്യോ ബാബാ, അയ്യോ ബാബാ, അയ്യോ. എന്നാലും നല്ല ആളാ. ഞാനങ്ങ് ഭയന്നു പോയല്ലോ. കുറുപ്പത്തി എന്നാലും ഭയങ്കരനാ. ഇത്ര വേഗം കല്യാണം മുടക്കി കളഞ്ഞല്ലോ. ഇനി വന്ന കല്യാണം ഞാൻ മുടക്കും. അങ്ങനെ വരുന്ന കല്യാണങ്ങളെല്ലാം മുടക്കി അവസാനം നമ്മൾ രണ്ടുപേരും കൂടെ ഉടക്കും. ഒടുവിൽ കൊയ്ത്തും മെതിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി വരുമ്പോൾ കരിങ്കാലികളെ കൊണ്ട് വന്നവൻ കമ്മീഷൻ വാങ്ങിക്കാൻ വരമ്പത്ത് കാത്തു നിൽക്കുന്നു. എല്ലാവരും കൂടെ ശരിക്കെടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തു. അവൻ എടുത്തു വെച്ച ഒറ്റ ഓട്ടം. ഓട്ടത്തില് ആള് പഞ്ചായത്ത് കളത്തിലേക്ക് അങ്ങ് പോയി. എന്താടാ ഞാൻ ഇതിന്റെ വാതിൽ പോയപ്പോ എല്ലാവരും ഇത്രയും ചിരിക്കാൻ? അയ്യോ, ഞങ്ങളൊരു കാര്യം പറഞ്ഞ് ചിരിച്ചു പോയതാണ്. നിന്റെയൊക്കെ സംഘം ചേരലും പരിപാടിയെല്ലാം എന്റെ വീട്ടുമുറ്റത്താണെന്ന് ഓർമ്മ വേണം. അതിന് കടന്നാൽ ഞാൻ തീ വെച്ച് കളയും. അങ്ങനെ അങ്ങ് പേടിപ്പിക്കാതെ. എന്റെ പറമ്പിലാണ് ഈ ഓഫീസ് കെട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ തീ വയ്ക്കങ്ങ് വന്നേരെ, കോണിച്ചേരാം. അഹങ്കാരി. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാൻ വരുന്നത്? ഞങ്ങൾ പാവപ്പെട്ട തൊഴിലാളികൾ, ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതേക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ഇവിടെ കൂടിയിരിക്കുകയാണ്. നിന്റെയൊക്കെ ഗൂഢാലോചന നിർത്തിത്തരാവിടാ. നീ ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ? കൊച്ചങ്ങന്റെ കയ്യിലേക്ക് സാധനം എന്താ പറയുമോ? അവന്മാർ യൂണിയൻ ഉണ്ടാക്കുവോ, ആഫീസ് തുറക്കോ, എന്തെങ്കിലും ചെയ്യട്ടെ. നീ എന്തിനാ ഇതൊക്കെ ഇടപെടുന്നത്? നമുക്കെതിരായിട്ടാണ് അവർ സംഘടിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ ഞാനിത് പൊളിച്ചു മാറ്റും. പതുക്കെ പറ. അമ്മാരെങ്ങാനും കേട്ടാ നമ്മ ഓഫീസ് പൊളിക്കുന്നതിന് അമ്മാരെ നമ്മൾ അറവ് പൊളിക്കും. അതിന് ചുണയുള്ള ഒരു പട്ടികളും ഈ നാട്ടിലില്ല. അച്ഛാ, നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരു യൂണിയൻ ഓഫീസ് വളരാൻ അനുവദിച്ചാൽ പിന്നെ നമുക്ക് തലപൊക്കി നടക്കാൻ വയ്യാതാകും. കഥ ഉണ്ടെങ്കിലല്ലേ പൊക്കിയെടുത്ത് നടക്കേണ്ട കാലത്തെ പറ്റി ആലോചിച്ചിട്ടുള്ളൂ. സമസ്ത തലകളും കൊയ്തെടുക്കാനാണ് അവരുടെ പ്ലാൻ. ചെല്ല, ഇന്നലെ മീറ്റിംഗിൽ പാടി കേട്ടില്ലയോ? നമ്മൾ കൊയ്യും തലയല്ല, നമ്മുടെ ലാഭം പഞ്ചിരിയെ. പിടുത്ത പറയുന്നു, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ നാണയ പൈങ്കിളി എന്നാ പറഞ്ഞത്. അയ്യോ, അത് ഞാൻ കേട്ടതിന്റെ മിച്ചമായിരിക്കും. കൊച്ചുകുറുപ്പേ, എന്താ ഇവന്മാരുടെ ഉദ്ദേശം? ഉദ്ദേശമൊന്നുമില്ല. നമുക്കൊക്കെ തല വേണോ കാശ് വേണോ എന്നൊക്കെ നിശ്ചയിച്ചോണ്ടാ മതി. ആ സുരേന്ദ്രനാ ഇവന്റെ ഒക്കെ നേതാവ്. ആ റാസ്കലിനെ ഞാൻ ശരിയാക്കി തരാം. ശരിയാണ്, കേട്ടിട്ടുള്ളൂ. അവന്മാർ എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരാണെന്നാ തോന്നുന്നു. എന്ന് വെച്ച് വേഗം ഭയന്ന് എത്ര കാലമാണ് ജീവിക്കുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണം കൊച്ചു. അച്ഛൻ എന്ത് പറഞ്ഞാലും ഭയമാണ്.
ആളവാദത്തിൽ ആര് കളിച്ചാൽ വെട്ടിക്കളയണമെന്നാണ് എന്റെ പ്രമാണം. ഇവൻ വല്ല വഴക്കിനോ വക്കാടത്തിനോ പോകുന്ന എന്റെ ഭയം. ചേട്ടാ, സുരേന്ദ്രനെ പാട്ടിലാക്കിയാലേ നമുക്കിവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാം. അതിനെന്താ വഴി? അതിനൊറ്റ വഴിയേ ഉള്ളൂ. സുരേന്ദ്രന്റെ സ്ഥലത്തല്ലേ യൂണിയൻ ഓഫീസ് തുറന്നിരിക്കുന്നത്. ആ സ്ഥലം ചേട്ടനങ്ങ് വാങ്ങിച്ചാൽ മതി. അത് അവൻ തന്നില്ലെങ്കിലോ? അതിന് വഴി ഞാൻ പറഞ്ഞു തരാം. സുരേന്ദ്രന്റെ ബഹള കെട്ടിക്കാൻ കുറെ പണം കടം വാങ്ങിയിട്ടില്ലേ? ഉണ്ട്. അതിനൊരു വസ്തു എഴുതിത്തണമെന്നുണ്ടോ? വേണ്ട, കടം വീട്ടുന്നവരെ അവനവിടുത്തെ വേലക്കാരനായിട്ട് വെച്ചാൽ മതി. അടിമയെ മെരുക്കി എടുക്കുന്നവരെ ക്രമേണ അവരെ മെരുക്കി എടുക്കാം. അതൊരു ബുദ്ധിയാണല്ലോ. ഞാൻ പോകുന്നതോട് പറയാം. സ്ഥലം അങ്ങനിന്റെ പേർക്ക് എഴുതി തരുന്നത് എനിക്ക് സമ്മതമാണ്. പക്ഷേ വിവരം കെട്ട എന്റെ തന്ത അത് എന്റെ മോന്റെ പേരിൽ എഴുതി കളഞ്ഞു. ഇനി അവൻ സമ്മതിക്കില്ല. എടാ, എനിക്ക് നിന്റെ സ്ഥലം വേണ്ട. പക്ഷെ എന്റെ പണം തന്നു തീർക്കാൻ നിന്റെ മോനോട് പറ. അങ്ങനിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത് ഞാനാണ്. അത് കുറേശ്ശെ തന്നു തീർത്താൽ മതിയെന്ന് അന്ന് അങ്ങന്ന് പറഞ്ഞതല്ലേ. എടാ, എനിക്ക് കൃഷിപ്പണിക്ക് പണം ആവശ്യമുണ്ട്. അവിടെ ചോദിക്കുന്നത്. അങ്ങന്നൊരു വാക്ക് പറഞ്ഞാൽ മരിച്ചാലും മാറ്റാത്തവനാണെന്ന് എനിക്കറിയാം. ഇപ്പൊ ഈ പണം ഒരുമിച്ച് വേണോന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് തരാനാണ്? ശരി, എന്റെ കടം തീർന്നു വരെ നിന്റെ മോനോട് വീട്ടിൽ വന്ന് ജോലി ചെയ്യാൻ പറ. എന്താടാ? പറയാം. ചെല്ല്. നിന്റെ മോനെ തളയ്ക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടീ, കുറുപ്പദ്ദേഹം പണം തന്നുകൊണ്ടാണ് അന്ന് ഇവിടെ വിവാഹം നടന്നത്. അതിനെന്താ, കടം തീർക്കാതെ നമ്മൾ ഈ വീടും പൊളിച്ചോണ്ട് പോകത്തില്ലെന്ന് പറയണം. ഈ ന്യായം നീ എന്റെ തന്തയോട് പറഞ്ഞാൽ മതി. മുതലാളിയുടെ മുമ്പിൽ അച്ഛന്റെ നാവ് ഉയരില്ലമ്മേ. എടാ, അന്ന് ഞാൻ പേടിച്ച് കഴിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ കിടപ്പാടം ഉണ്ടായത്. ജോലി ചെയ്തിട്ടാണെന്നാ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തർക്കുത്തരം പറയാനല്ലേ നീ പഠിച്ചിട്ടുള്ളൂ. ചേട്ടൻ പറയുന്നത് ശരിയല്ലേ അച്ഛാ? നീയും അവന്റെ കൂടെ കൂടിക്കോ. എടാ, നീ മനസ്സ് വെച്ചാ ആ പണം കൊടുക്കാതെ കഴിക്കാം. ഞാനെന്തോ വേണം? ആ യൂണിയൻ ഓഫീസ് ഇട്ടിരിക്കുന്ന സ്ഥലം കുറുപ്പദ്ദേഹം പണ്ടേ മോഹിച്ചതാ. അങ്ങനെ വരട്ടെ. അപ്പോ സ്ഥലത്തിനോടുള്ള മോഹമല്ല, അവിടെ 4 ചെറുപ്പക്കാർ കൂടുന്നത് അച്ഛന്റെ മുതലാളിക്ക് മോനും തലവേദനയാണ്. നിനക്ക് യൂണിയൻ ആണോ കുടുംബമാണോ വലുത്? എനിക്ക് രണ്ടും വലുതാ. എടാ, മുതലാളിമാരെ താങ്ങി നിന്നാലേ നമുക്ക് ജീവിക്കാനോ. അയ്യോടാ, എന്തൊരു അഭിമാനത്തോടാണ് സംസാരിക്കുന്നത്. അച്ഛാ, ഈ മുതലാളികൾക്ക് മുട്ടുകുത്തിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ താന്തോന്തരം പറയുന്ന ആരും കേൾക്കരുത്. അച്ഛൻ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്ത് കടം വിട്ടും. അത് തന്നെയാ ഞാനും ഏറ്റിട്ട് വന്നിരിക്കുന്നത്. നാളെ മുതൽ നീയും കൂടെ ജോലിക്ക് വരണം. എവിടെ? എവിടെ? എന്റെ തന്തയുടെ വീട്ടിലേക്ക്. എവിടെയാണെന്ന്? എടാ, കുറുപ്പദ്ദേഹത്തിന്റെ വീട്ടിലേക്കെന്ന്. തോട്ടിപ്പണിക്ക് പോയാലും അയാളുടെ ജോലി എനിക്ക് വേണ്ട. നിന്നെ കൊണ്ടു ചെല്ലാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. ഓഹോ, അപ്പോ മുതലാളിയുടെ പീരി സമ്പാദിക്കാൻ വേണ്ടി അച്ഛൻ എന്നെ അടിമക്കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ? അവൻ ഇഷ്ടമില്ലാതെ നിങ്ങൾ എന്തിനാ വാക്ക് കൊടുത്തത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് നീ ആരായി ചോദിക്കാൻ? ചേട്ടൻ പോകണ്ട. നീ പൊടി വാങ്ങി. എടാ, നീ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? ഞാൻ വരണമെന്ന് അച്ഛൻ നിർബന്ധമാണ്. നിർബന്ധം. ശരി, ഞാൻ വളർത്തിയവനല്ലേ, ഞാൻ പറയുന്നത് കേൾക്കോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഇതാ, അവന്മാരുടെ മുമ്പിൽ എന്നെ പട്ടിയാക്കുന്നതിനേക്കാൾ അച്ഛനുടെ കഴുത്ത് വെട്ടി വെട്ടുവച്ച. മോനെ സുരേന്ദ്ര, എന്തിനാണ് ഈ അച്ഛനോട് പിടിവാശി? അച്ഛ, മനുഷ്യന് അഭിമാനമാണ് ഏറ്റവും വലുത്. ഈ കിടപ്പാളത്തിന്റെ കടം വീട്ടാൻ നിവൃത്തിയില്ലായിട്ടാണ് ഞാൻ അദ്ദേഹത്തോട് വാക്ക് പറഞ്ഞു പോകുന്നത്. നീ അച്ഛനോട് ക്ഷമിക്കും. ചേട്ടാ, എന്താ ശാന്തേ? ശാന്തേ, എനിക്ക് വേണ്ടിയല്ലേ കടം വാങ്ങിച്ചത്. ഈ ആഭരണങ്ങളെല്ലാം വിറ്റ് കടം വീട്ടണം ചേട്ടാ. വേണ്ട ശാന്തേ, ഒരിക്കൽ നിനക്ക് വാങ്ങിത്തന്ന ആഭരണങ്ങൾ മുഴുവൻ നിന്റെ ഭർത്താവ് വിറ്റ് നശിപ്പിച്ചത് കൊണ്ടാണ് ഇത് നിനക്ക് വാങ്ങിത്തന്നത്. ഇനി ഇതും കൂടി വിറ്റാൽ? സാരമില്ല ചേട്ടാ. വേണ്ട ശാന്തേ, ഞാൻ പറ്റൂല. നിനക്ക് വേണ്ടി ഞാൻ ജോലിക്ക് പറ്റും. ഈ വീട്ടിൽ എങ്ങനെയൊക്കെയാ പെരുമാറേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടാണോ നിന്റെ മോനെ വിളിച്ചോണ്ട് വന്നത്? ആന്നേ. ഇവൻ ജോലിയൊക്കെ നേരെ ചെയ്യൂടാ? ചെയ്യുമേ. സുരേന്ദ്ര, എന്താടാ ഇടാന്നോ? പിന്നെ നീ എന്നെ എന്തോന്നാ വിളിച്ചത്? അച്ഛൻ ചുമ്മാ ഇരിക്കച്ച, എനിക്ക് പേരുണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ അത് വിളിച്ചാൽ മതി. എടാ പോകുന്ന ഇവനൊരു അഹങ്കാരിയാണല്ലോടാ. എടാ മോനെ, നിന്നെ എടാന്ന് വിളിച്ചാലും നീ കുഞ്ഞെന്നെ വിളിച്ചാവും. എന്താ നിന്റെ കുഞ്ഞ്? പിന്നെ മര്യാദയായിട്ട് സംസാരിക്കണം. ഞാൻ ജോലിക്ക് വന്നെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല. ഇങ്ങോട്ട് പെരുമാറുന്നവർ അങ്ങോട്ടും പെരുമാറും. തിരുവനന്തപുരം വിളിക്കണോടാ? വേണ്ട, എന്റെ പേര് വിളിച്ചാൽ എനിക്ക് മനസ്സിലാകാ. ഇതിനെ വിളിച്ചോടെ തെങ്ങിന് തടവെടുപ്പിക്കേ.